ഹായ് കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ മുറ്റത്ത് നോക്കിയപ്പോൾ 2-3 വഴുതനങ്ങ നിൽക്കുന്നേ. അടിപൊളി വഴുതനങ്ങ കേട്ടോ. അപ്പം നമ്മളത് പറിച്ചിട്ട് ഒരു തീയലുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3 വഴുതനങ്ങ കേടൊന്നും ഇല്ലാത്ത നല്ല വഴുതനങ്ങയാണ് കിട്ടിയത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുവാണേ. അതിസാഹസികമായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു കയ്യിൽ മൊബൈലും വെച്ച് വഴുതനങ്ങയും പിടിച്ച് കട്ട് ചെയ്ത് കാണിക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ. നല്ല അടിപൊളി വഴുതനങ്ങ, കേടൊന്നുമില്ല, മഴത്തുള്ളിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കൂടെ ചേർത്തൊരു തീയൽ വയ്ക്കുക. സവാള, തക്കാളി, പടവലങ്ങ, വഴുതനങ്ങ, പച്ചമുളക്. വേറെ ഉരുളക്കിഴങ്ങോ മുരിങ്ങയ്ക്കോ ഒന്നും ചേർക്കാനില്ലാത്തതുകൊണ്ട് ഇതുകൊണ്ടൊരു തീയൽ തയ്യാറാക്കാമെന്ന് വെച്ച്. ലളിതമായിട്ടൊരു ചെറിയ തീയൽ. അപ്പോൾ നമ്മൾ ആദ്യം സവാള അരിഞ്ഞ് വഴട്ടാനിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് അടുത്തത് ചേർത്ത് കൊടുക്കേണ്ടത്. തീയലിനായതുകൊണ്ട് ഇച്ചിരി കട്ടിക്കാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്തിരി സമയം എടുക്കും ഒന്ന് വഴണ്ട് കിട്ടാൻ. ചെറുതായിട്ടൊന്ന് വഴണ്ട് നിറത്തിനൊരു ചെറിയ വ്യത്യാസം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളതിന് വേണ്ടി സവാള ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് രണ്ടും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പടവലങ്ങ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. പടവലങ്ങയും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങയാണെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അരിഞ്ഞ് വെച്ച വഴുതനയാണെങ്കിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കുക. അതിലൊരു ചെറിയ കറ പോലെയുണ്ട്. അതിന് ശേഷം നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇത്രയും കഷ്ണങ്ങളേ ഉള്ളൂ. ഇനി നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പം ആവിയിലതിരുന്നൊന്ന് വഴണ്ട് കിട്ടും കേട്ടോ. മൊത്തത്തിലൊന്ന് വഴണ്ട് കിട്ടുമ്പോൾ ഇനി നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് 3 ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂണും മുളകും മല്ലിയും ഓരോ സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, അന്നേരം ഇത്രയും പൊടി മതി. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടച്ച് വയ്ക്കാം. ആവിയിലിരുന്നൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഇത് തീയലിന് വേണ്ടി തേങ്ങ വറുത്ത് പുളിയും ചേർത്ത് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടപ്പെടുത്തപ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി പതുക്കെ, വലിയ ശക്തിയില്ലാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. കാരണം വെന്തുടഞ്ഞു പോകുന്ന കഷ്ണങ്ങളാണ്, കട്ടിയുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ. അന്നേരം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ സവാള വഴട്ടാൻ മാത്രമാണ് ഉപ്പിട്ടത്, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതങ്ങ് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചാൽ അവിടെ ഇരുന്ന് തിളച്ച് വെന്തോളും. കുറച്ച് നേരമേ ഉള്ളൂ വേവാൻ, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നീട് ഇതിനകത്ത് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നും കൂടി അടച്ച് വയ്ക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഇപ്പം നോക്കണം. ഉപ്പ് ഇല്ലെങ്കിൽ ഇനി കുറച്ച് ചേർത്ത് കൊടുക്കാം, ഉണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ തീയലിന് നല്ല മണവും രുചിയൊക്കെ കിട്ടണമെങ്കിൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഇന്ന് കറിവേപ്പില ഇല്ല. അപ്പം നമ്മൾ മുറ്റത്തൊരു കുഞ്ഞ് തൈയാണ്, അതിനകത്തുനിന്ന് ഒരു ശകലം ഒരു ഇതള് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേണ്ട ഇല കാണാൻ പോലും ഇല്ല, അത്രയും ചെറിയ ഒരു തൈയായിരുന്നു. അതിൽ നിന്നാണ് ഞാനൊരില പൊട്ടിച്ചത്. ഇനി നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും രുചിയൊക്കെ ഉള്ള തീയലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്കും കമൻറ്റും ഷെയറും തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ തീയലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ടാറ്റാ, ബൈ ബൈ. തീയലായിട്ടുണ്ട് കേട്ടോ.